ജഗന്നാഥൻ ഉത്സവക്കൊടിയേറ്റ് വിശ്വാസികൾക്ക് ആത്മനിർവൃതി. ഗുരുദേവസ്മരണ ആത്മപ്രകാശം ചൊരിഞ്ഞ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കുംഭമാസ രാവിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവക്കൊടിയുയർന്നു.
ഇന്നലെ രാത്രി 10:35 ബ്രഹ്മശ്രീ പരവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവക്കൊടി ഉയരുമ്പോൾ ക്ഷേത്രാങ്കണം നിറഞ്ഞു കവിഞ്ഞ ആയിരക്കണക്കിന് ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്നും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉതിർന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും ഉപകാരസ്മരണയ്ക്കുമായാണ് ഗുരുവിന്റെ കാലം തൊട്ടേ വിശ്വാസ സമൂഹം കൊടിയേറ്റ സമയത്ത് ക്ഷേത്രത്തിലെത്തുന്നത്. രാത്രി 10:15 വരെ വലിയ ജനക്കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 10:30 മണിയോടെ നാനാഭാഗങ്ങളിൽ നിന്നും ആബാലവൃദ്ധ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തി. ആദ്യ നാളിൽ തന്നെ 10,000-കണക്കിന് ആളുകളാണ് ജഗന്നാഥ സന്നിധിയിലേക്ക് എത്തിയത്. തുടർന്ന് വെടിക്കെട്ടും എഴുന്നള്ളത്തും നടന്നു. ഉത്തര കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയ തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവമാണിത്. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷം നടക്കുന്നത്. ജാതിമത ഭേദമന്യേ 10,000-കണക്കിന് പേരാണ് ഉത്സവത്തിന് ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗണപതിയും സുബ്രഹ്മണ്യനും ഉപദേവന്മാരാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ ശിവരാത്രി, മകരത്തിലെ തൈപ്പൂയം എന്നിവയാണ് ഇവിടെ പ്രധാനമായിട്ടുമുള്ളത്. കുംഭം 1-നാണ് പ്രതിഷ്ഠാദിനം. കുംഭത്തിൽ പുണർത്തം നാൾ മുതൽ 8 ദിവസം നീളുന്ന ഉത്സവം, സ്കന്ദ സൃഷ്ടി കാർത്തിക മഹോത്സവം, പ്രതിഷ്ഠാദിനം, ഭഗവത് സപ്താഹ യജ്ഞം തുടങ്ങിയവ ഇവിടെ കൊണ്ടാടുന്നു. വിവാഹം പെട്ടെന്ന് നടക്കാനും പിരിഞ്ഞുപോയ പങ്കാളി തിരിച്ചു വരാനും വിശേഷാൽ നടത്തുന്ന ബണേശി ഹോമം തുടങ്ങിയ സ്വയംവര പൂജ, ഉമാമഹേശ്വര പൂജ, മഹാഗണപതി ഹവനം, മൃത്യുഞ്ജയ ഹോമം എന്നിവയൊക്കെ ഇവിടെ നടക്കുന്നു. രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 5 മുതൽ 8:30 വരെയും നട തുറന്നിരിക്കും. കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ളതുപോലെ ഇവിടെ ഇളനീർ വെപ്പ് 1908 മെയ് 24-ന് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ചതനുസരിച്ച് ആരംഭിച്ചു. ഇന്നും ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നു. മുർക്കോത്ത് കുമാരന്റെ ശ്രമഫലമായി 1924-ൽ ഗുരുദേവന്റെ സന്നിധിയിൽ ഈ ക്ഷേത്രം ഹരിജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇവിടെയാണ് അബ്രാഹ്മണർ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത്. വിവിധ മതസ്ഥർ തമ്മിലുള്ള വിവാഹങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിന് സമീപം തന്നെ മനോഹരമായ ഒരു വലിയ ചിറയുണ്ട്. അതിനടുത്തായി ഒരു ചെറിയ മ്യൂസിയവും കല്യാണ മണ്ഡപവും ഒക്കെയുണ്ട്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീജ്ഞാനോദയ യോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.